Hi all, welcome to Study Win PSC. 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 44ാം വയലാർ അവാർഡ് നേടിയതാര്? ഉത്തരം ഏഴാച്ചേരി രാമചന്ദ്രൻ. ശ്രദ്ധിക്കുക, 2024 അതായത് 48ാമത്തെ വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരുവിൽ കാട്ടൂർക്കടവ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 44ാമത്തെ വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രൻ, 48ാമത്തെ വയലാർ അവാർഡ് അല്ലെങ്കിൽ 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവ്. അടുത്ത ചോദ്യം നോക്കാം. നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ എം ലീലാവതി. ശ്രദ്ധിക്കുക, 2020 ONV പുരസ്കാരം ലഭിച്ചതാണ് ഡോക്ടർ എം ലീലാവതിക്ക്. 2024 ONV പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ്. അടുത്ത ചോദ്യം, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണ്? ഉത്തരം പുതുശ്ശേരി രാമചന്ദ്രൻ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? ഉത്തരം വി മധുസൂദനൻ നായർ. അടുത്ത ചോദ്യം, മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അർഹമായ കൃതി ഏത്? ഉത്തരം അച്ഛൻ പിറന്ന വീട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? ഉത്തരം സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ശ്രദ്ധിക്കുക, സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 2018 പ്രധാനമന്ത്രി ലോകത്തിന് സമർപ്പിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അടുത്ത ചോദ്യം നോക്കാം. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? ഉത്തരം ഋഷി സുനാക്. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഉത്തരം ഇന്റർനെറ്റ് ലഭ്യത. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽറാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഉത്തരം 82°30' പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഉത്തരം 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം? ഉത്തരം ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം? ഉത്തരം വൃഷ്ടിപ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം? ഉത്തരം രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഉത്തരം മാർച്ച് മുതൽ മെയ് വരെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? ഉത്തരം എക്കൽ മണ്ണ്. പോയിന്റ് കലൈമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത്? ഉത്തരം ശിപായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചതാര്? ഉത്തരം ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആര്? ഉത്തരം KR നാരായണൻ.
ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്ക്? ഉത്തരം രാഷ്ട്രപതിക്ക്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? ഉത്തരം നിയമാവകാശം. അസ്പൃശ്യത്വ നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അവകാശം? ഉത്തരം അനുച്ഛേദം 352. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്? ഉത്തരം രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഉത്തരം രാഷ്ട്രപതിക്ക്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു എന്താണ്? ഉത്തരം സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഉത്തരം സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ? ഉത്തരം കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? ഉത്തരം ചിന്നാർ, ഇടുക്കി. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഉത്തരം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1859. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ഉത്തരം കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി? ഉത്തരം 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഉത്തരം മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം കൊച്ചി ടോണ്ടി പോയിന്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം? ഉത്തരം 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്? ഉത്തരം R. പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം? ഉത്തരം 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം? ഉത്തരം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ഉത്തരം 1809 ജനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന്? ഉത്തരം 1859 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ഉത്തരം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ഉത്തരം ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്? ഉത്തരം വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം മെഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ഉത്തരം സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം മയോളജി. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിനടുത്ത ചോദ്യം നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചതെന്ന്? ഉത്തരം 2015 ഓഗസ്റ്റ് 25.
റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. ഉത്തരം ഇലക്ട്രോൺ. തോറിയത്തിന്റെ അയിര്. ഉത്തരം മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോടോപ്പ്. ഉത്തരം ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ഉത്തരം ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം. ഉത്തരം സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. ഉത്തരം പ്ലാസ്മ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഉത്തരം ജൂൾ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം. ഉത്തരം തന്നിരിക്കുന്നവ ഒന്നുമല്ല. അടുത്ത ചോദ്യം. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. ഉത്തരം ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം. ഉത്തരം വോയേജർ 1. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ സി, 82 ഓപ്ഷൻ ബി, 83 ഓപ്ഷൻ എ, 84 ഓപ്ഷൻ എ, 85 ഓപ്ഷൻ ബി, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ എ, 88 ഓപ്ഷൻ ബി, 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ സി, 91 ഓപ്ഷൻ എ, 92 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 93 ഓപ്ഷൻ സി, 94 ഓപ്ഷൻ എ, 95 ഓപ്ഷൻ ഡി, 96 ഓപ്ഷൻ ഡി, 97 ഓപ്ഷൻ ബി, 98 ഓപ്ഷൻ ഡി, 99 ഓപ്ഷൻ ബി, 100 ഓപ്ഷൻ ബി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.